ഓൺലൈൻ ഷോപ്പിങ്ങുകളിൽ പല ഓഫറുകളും നടക്കുന്ന സമയമാണല്ലോ. ഇപ്പോൾ ഗ്രേറ്റ് ഇന്ത്യൻ ഫെസ്റ്റിവലും അതുപോലെയുള്ളത് കഴിഞ്ഞു. ഇപ്പോൾ ദിവാലിയുടെ ഓഫറുകൾ വിട്ട സമയമാണ്. ഓൺലൈൻ ഷോപ്പിങ്ങിലൂടെ നമുക്ക് ലഭിക്കുന്ന ഓഫറുകൾ സത്യമായിട്ടും അത്രയും ഓഫറുകൾ നമുക്ക് തരാറുണ്ടോ? പല ഓഫറുകളും പ്രൊഡക്റ്റിൻ്റെ MRP ഇൻക്രീസ് ചെയ്ത് അതിൽ നിന്ന് 30% 50% ഒക്കെ ഓഫർ നൽകി ഇപ്പോൾ ഓഫറായി നൽകുന്ന റേറ്റ് നോർമൽ വിലയുമായി കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ 10% 20% ഒക്കെ കൂടുതലായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള ഓഫറുകളിൽ കൃത്യമായിട്ടുള്ള റേറ്റാണോ അവർ നൽകുന്നത്? ഇനി അഥവാ ആ ഒരു റേറ്റിൽ നമുക്ക് സാധാരണ വാങ്ങുന്ന ആമസോൺ, ഫ്ലിപ്കാർട്ട് പോലെ അല്ലാതെ മറ്റേത് സൈറ്റിൽ നിന്ന് നമുക്ക് വാങ്ങാൻ സാധിക്കും? എന്താണ് ഇതിൻ്റെ ആക്ച്വൽ പ്രൈസ് എന്നിങ്ങനെയുള്ള പല കാര്യങ്ങളും അറിയുന്നതിന് സഹായിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ് ഞാൻ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ ഇതുപോലുള്ള നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോകൾ ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഫോളോ ചെയ്യുക. ഇത്രകാലം ഇതറിയാതെ പോയല്ലോ, പറഞ്ഞതിന് താങ്ക്സ് ബ്രോ എന്ന് പറയാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റായി രേഖപ്പെടുത്തുക. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവരിലേക്കും വീഡിയോ ഷെയർ ചെയ്ത് നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം എങ്ങനെയാണ് ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്നതെന്ന്. ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ജാബിർ വരിക്കോടൻ. ഫേസ് ടൈം എന്നെ ഈ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇതിനുവേണ്ടി നമുക്കൊരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യേണ്ടതുണ്ട്. പ്രൈസ് ഹിസ്റ്ററി എന്ന ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ കമൻറ്റ് ബോക്സിലും ഈ ഒരു ആപ്ലിക്കേഷൻ്റെ ലിങ്ക് അവൈലബിൾ ആണ്. ആവശ്യമുള്ളവർക്ക് അതിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാം. ഡൗൺലോഡ് ചെയ്ത് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതേ രീതിയിലായിരിക്കും കാണാൻ സാധിക്കുന്നത്. ഇവിടെ നിന്ന് നിങ്ങൾക്ക് ആവശ്യമായ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ഫ്ലിപ്കാർട്ടിൽ നിന്നോ ഏതിൽ നിന്നാണ് വാങ്ങുന്നത് ആ ഒരു പ്രൊഡക്റ്റിൻ്റെ ലിങ്ക് കോപ്പി ചെയ്യുക. ഉദാഹരണത്തിന് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഈ ഒരു ഫ്രിഡ്ജാണ് വാങ്ങാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഇവിടെ നിന്ന് കോപ്പി ചെയ്യുന്നു. കോപ്പി ലിങ്ക് കൊടുത്തു. ഇതൊരു പുതിയതായിട്ട് ലോഞ്ച് ചെയ്തതാണ്. അപ്പോൾ അതിൻ്റെ റിസൾട്ട് എത്രമാത്രം വരുന്നുണ്ട് നമുക്കൊന്ന് ശ്രദ്ധിക്കാം. അപ്പോൾ അതിനുവേണ്ടി ലിങ്ക് കോപ്പി ചെയ്ത് ഈ കാണുന്ന ഈ ഒരു ഭാഗത്ത് ഞാൻ ഇതിനെ പേസ്റ്റ് എന്നുള്ളത് കൊടുത്തു. പേസ്റ്റ് എന്ന് കൊടുത്തപ്പോൾ ഇവിടെയായിട്ട് അതിൻ്റെ ഡീറ്റെയിൽസുകൾ വന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇത് പുതിയ പ്രോഡക്റ്റ് ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ പ്രൈസ് കൃത്യമായിട്ട് തന്നെയാണ് കാണിക്കുന്നത്. ഏറ്റവും ലോവസ്റ്റ് ആയിട്ടുള്ള പ്രൈസാണ് ഇപ്പോൾ ഫ്ലിപ്കാർട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള ഈ പ്രൈസ്. ഇനി മറ്റേതെങ്കിലും സൈറ്റുകളിലൊക്കെ അവൈലബിൾ ആണ് ഇതിനേക്കാൾ കുറഞ്ഞത് എങ്കിൽ നമുക്കിവിടെ കാണാൻ സാധിക്കും. അപ്പോൾ ഇത് പുതിയ പ്രോഡക്റ്റ് ആയതുകൊണ്ട് ഈ ഒരു ചെറിയ റിസൾട്ടാണ് നമുക്ക്. ഇനി കുറച്ച് പഴയ പ്രോഡക്റ്റ് നമുക്ക് സേവ് ചെയ്ത് നോക്കാം. ഞാൻ സാംസങ്ങിൻ്റെ മറ്റൊരു ഫ്രിഡ്ജ് ഇവിടെ സെർച്ച് ചെയ്തിരിക്കുകയാണ്. ന്യൂ അറൈവൽ നമുക്ക് വേണ്ട, കുറച്ച് പഴയതായിട്ടുള്ള മോഡലുകൾ സെർച്ച് ചെയ്യാം. സാംസങ്ങിൻ്റെ 183 ലിറ്ററിൻ്റെ 27% കിഴിവാണ് ഇതിനകത്ത് പറഞ്ഞിട്ടുള്ളത്. ഇനി നമുക്കതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. കോപ്പി ചെയ്ത് നേരത്തെ ചെയ്ത പോലെ ഞാനിവിടെ പേസ്റ്റ് കൊടുക്കുന്നു. പേസ്റ്റ് കൊടുത്ത് കുറച്ച് നേരം വെയിറ്റ് ചെയ്യുക ലോഡാവാൻ വേണ്ടി. പേസ്റ്റ് കൊടുത്തപ്പോൾ ഇത് എവിടെയൊക്കെ അവൈലബിൾ ആണ് എന്നുള്ളതും ഏതൊക്കെയാണ് ഇതിൻ്റെ ആക്ച്വൽ പ്രൈസ് എന്നുള്ളതും ഒക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഇതിന് ഏകദേശം എല്ലാ സൈറ്റിലും ഒരേ റേറ്റാണ്. എന്നാൽ ഇതിൻ്റെ ലോവസ്റ്റ് പ്രൈസ് ഇനിയും കുറയാൻ സാധ്യതയുണ്ട്. കണ്ട് 15,390 രൂപയുടെ പ്രൈസിലേക്ക് ഇതിന് ഏറ്റവും ലോവസ്റ്റ് ആയിട്ട് നമുക്ക് ഇതിൻ്റെ സെയിൽസ് നടന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു പ്രൈസ് ലഭിക്കുന്ന സമയത്ത് നമുക്ക് വേണമെങ്കിൽ നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും കുറഞ്ഞ പ്രൈസ് എപ്പോഴാണ് ലഭിക്കുന്നത് അപ്പോൾ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഇത് പർച്ചേസ് ചെയ്യണമെങ്കിൽ എത്ര ദിവസത്തിനെത്തും അങ്ങനെയുള്ള എല്ലാ ഡീറ്റെയിൽസുകളും ഇവിടെ അവൈലബിൾ ആണ്. അപ്പോൾ ഇതേ രീതിയിൽ നിങ്ങൾക്ക് ഏതൊരു പ്രോഡക്റ്റിൻ്റെയും പ്രൈസ് എത്രയുണ്ട്, ഏത് സൈറ്റിലാണ് ഏറ്റവും കുറവിലായിട്ട് ലഭിക്കുക, ഇവിടെ നൽകുന്ന ഈ ഓഫറുകൾ കൃത്യമാണോ എന്നൊക്കെ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ്. ആവശ്യമുള്ളവർക്ക് ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിച്ച് നോക്കാം. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളും മറ്റ് നിർദ്ദേശങ്ങളും വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യാൻ മടിക്കരുത്. അതോടൊപ്പം ചാനൽ മടിക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് പുതിയൊരു വീഡിയോയ്ക്ക് വേണ്ടി കാത്തിരിക്കുക. നന്ദി, നമസ്കാരം.